അപ്പോൾ അതേ നമുക്ക് ചോറും കറികളൊക്കെ ഉണ്ടാക്കി തുടങ്ങാം. അപ്പോൾ ആദ്യം തന്നെ അരി കഴുകി നമുക്ക് കുക്കറിലേക്കൊക്കെ ഇടാം. 2 നാഴി അരി എടുത്തിട്ടുണ്ട്. അപ്പോൾ നന്നായിട്ട് വാഷ് ചെയ്തിട്ട് നമുക്ക് കുക്കറിലേക്ക് വേവിക്കാനായിട്ട് വയ്ക്കാം. ഇനി നമ്മളിത് ഇന്ന് കറി വയ്ക്കാൻ പോകുന്നത് ക്യാബേജ് തോരനും വെച്ച് പിന്നെ നമുക്ക് വെള്ളരിക്ക മോരുകറിയും വെക്കാം കേട്ടോ. അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് മോര് കറി. അത് എങ്ങനെയായാലും വെറുതെ മോര് കാച്ചുന്നതായാലും അല്ലെങ്കിൽ കാളം പോലെ വെക്കുന്നതായാലും വെള്ളരിക്ക ഇട്ടോ കുമ്പളങ്ങ ഇട്ടോ എങ്ങനെയായാലും മോര് കറി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഇവിടെ മക്കൾക്കും ചേട്ടനൊന്നും അത്ര വലിയ താല്പര്യമില്ല, എങ്കിലും ഞാൻ കഴിപ്പിക്കും അവരെ കൊണ്ട്. അപ്പം എന്ത് നമ്മുടെ ചോറ് വെന്ത് ആയിട്ടുണ്ട്. ഇനി നമുക്കിത് നമ്മുടെ വെള്ളരിക്കയൊക്കെ ഒന്ന് ചെറിയ കഷ്ണങ്ങളാക്കി നുറുക്കിയെടുത്ത് കഴുകി അതിലേക്ക് ഉപ്പും മഞ്ഞൾപ്പൊടിയും പിന്നെ കുറച്ച് കറിവേപ്പിലയും 2 പച്ചമുളകും കൂടി നമ്മൾ ഇട്ടിട്ടുണ്ട്. ഇനി നമുക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് ഇത് വേവിക്കാനായിട്ട് വയ്ക്കാം. ഇത് വെന്ത് വരുന്ന സമയം കൊണ്ട് നമുക്കിതിനുള്ള അരപ്പ് തയ്യാറാക്കാം കേട്ടോ. അപ്പോൾ ഞാൻ തേങ്ങ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ തേങ്ങ ചിരവിയെല്ലാം എടുത്ത് ചെറിയ കഷ്ണങ്ങളാക്കി എടുത്തിട്ട് മിക്സിയിലിട്ടൊന്ന് അടിച്ചെടുത്തു. എന്നിട്ട് അതിലേക്ക് വെളുത്തുള്ളിയും ഇഞ്ചിയും ജീരകവും പച്ചമുളകും മഞ്ഞൾപ്പൊടിയും ഒക്കെ കൂടി ഇട്ടിട്ട് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ട് നല്ല പേസ്റ്റായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നന്നായിട്ട് വെന്ത് വന്ന വെള്ളരിക്കയിലേക്ക് നമ്മുടെ ഈ അരപ്പ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് മൂടി വെച്ചിട്ട് ഒന്ന് വേവിച്ചെടുക്കാം. ആ സമയം കൊണ്ട് നന്നായിട്ട് നമ്മുടെ വെള്ളരിക്കയിലൊക്കെ ഒന്ന് ചേർന്ന് വെള്ളരിക്കയൊക്കെ കുറച്ചുകൂടെ ഒന്ന് വെന്ത് വരും. പിന്നെ അതേ നമ്മൾ ക്യാബേജ് തോരനുള്ളതൊക്കെ അവിടെ ഒരു സൈഡിൽ ആക്കി തിരുമ്മിയെടുത്ത് ഒരു സൈഡിൽ വെച്ചിട്ടുണ്ട് കേട്ടോ. കുറച്ച് നേരം അത് അവിടെ അങ്ങനെ ഇരിക്കട്ടെ. ഇപ്പം നമ്മളുടെ വെള്ളരിക്കകത്തോട്ട് തേങ്ങ ഒഴിച്ച് കൂട്ടത് നന്നായിട്ട് തിളച്ച് ഒന്ന് കുറുകി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് അവിടെ വയ്ക്കാം. ഇനി അതിൻ്റെ ചൂടൊന്ന് ചെറുതായിട്ടൊന്ന് ആറട്ടെ. ഒരുപാട് അങ്ങനെ ആറാൻ നിൽക്കണ്ട. അതിൻ്റെ തിള വന്നാലേ അത് കുറച്ച് നേരം ഒന്ന് ആറട്ടെ. അപ്പോഴേക്കും നമ്മളുടെ തോരൻ ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട് കേട്ടോ. തോരൻ്റെ റെസിപ്പി ഞാൻ വേറെ ഇടാമേ. ക്യാബേജ് തോരനും മോരും കൂടെ നല്ലൊരു കോമ്പിനേഷനാണ്. അപ്പോഴത്തേക്ക് നമ്മളുടെ കറിക്ക് ചെറുതായിട്ടൊന്ന് ചൂടൊക്കെ മാറിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ അതിലേക്ക് കുറച്ച് തൈര് ഒന്ന് കട്ട കളഞ്ഞെടുത്ത് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഉപ്പ് നോക്കിയപ്പം കുറച്ച് ഉപ്പ് കുറവായിരുന്നു. കുറച്ചും കൂടെ ഉപ്പൊക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് താളിച്ചൊഴിക്കണം കേട്ടോ. അപ്പോൾ താളിച്ചൊഴിക്കാനായിട്ട് ഒരു ചെറിയ ചീനച്ചട്ടി വെച്ചിട്ട് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് നമുക്ക് കടുകും ഉലുവയൊക്കെ ഒന്ന് പൊട്ടിച്ചെടുക്കാം. എന്നിട്ട് കുറച്ച് കറിവേപ്പിലയും പിന്നെ വറ്റൽമുളകും കൊച്ചുള്ളിയൊക്കെ കൂടെ അരിഞ്ഞിട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം. ഈ കൊച്ചുള്ളിയൊക്കെ നന്നായിട്ട് ബ്രൗൺ നിറമായി വരണേ. അപ്പോഴേക്കും നല്ല മണം കേട്ടോ. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ട് നമ്മളുടെ കറിയിലേക്ക് ഒഴിച്ച് കൊടുക്കാം. അങ്ങനെ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുമ്പോൾ നല്ലൊരു കളർ കിട്ടും കേട്ടോ. അപ്പോൾ ഇത് നമ്മുടെ കറിയൊക്കെ റെഡിയായി.